വിളിക്കുന്നു. ഞാനിതാ വന്നു.
Namah Shivaya. ഈ ബ്രാഹ്മണ കന്യകയുടെ കഥയാണ് മംഗലയാതിര നൽപുരാണം. കേട്ടിട്ടില്ലേ കുട്ടി? മംഗലയാതിര നൽപുരാണം. പണ്ടൊക്കെ എന്ത് രസായിരുന്നോ, തുടിച്ചുകുളി, ഊഞ്ഞാലാട്ടം, അങ്ങനെ എന്തെല്ലാം. തുടിച്ചു കുളിക്കുന്ന വിശേഷം എന്നും കുളിക്കുന്നത് പോലെയല്ലേ? നല്ല കഥ. തുടിച്ചുകുളി പ്രധാനാണേ. ഗംഗാദേവിയെ ഉണർത്തുന്നതായാണ് സങ്കല്പം. രേവതി രാവുണരും മുമ്പ്, അശ്വതി അച്ഛനുണരും മുമ്പ്, ഭരണിയോ പരുപരെ വെളുക്കുമ്പോ, അങ്ങനെ തിരുവാതിരയ്ക്ക് ഭർത്താവ് ഉണരും മുമ്പ് എന്നൊക്കെയാണ് പണ്ടുള്ളവര് പറയാ. 7 നാളും തുടിച്ചു കുളിക്കണേ. പാട്ടുണ്ട്. ഒന്നാകും പാൽക്കടലിൽ ഒന്നല്ലേളൂ പള്ളിശംഖം, പള്ളിശംഖിൻ നാദം കേട്ടിട്ടുണരുണരൂ ഗംഗാദേവി. ഇങ്ങനെ 10 തവണ വെള്ളത്തിൽ തുടിച്ചു പാടി കുളിച്ചു കയറി കോടിയിളക്കി തൊടുത്ത് കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി കുരവയിട്ട് തിരികെ വരും. എല്ലാ ഒരുക്കങ്ങളുമായാണേ കുളിക്കാൻ പോണത്. ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ പതിവില്ല, വിസ്തരിച്ചുള്ള കുളിയൊന്നും. ഓരോ ദേശത്ത് ഓരോ ആചാരം, ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെയൊക്കെ എട്ടങ്ങാടി നീതികൾ പ്രധാനമാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ദാ കണ്ടില്ലേ എട്ടങ്ങാടി ഉണ്ടാക്കിയത്? കാച്ചില്, കായ, ചേമ്പ്, കിഴങ്ങ്, കൂർക്ക, ചേന, നാളികേരം, പയറ്, ഇവയെല്ലാം ചേർന്നതാണ് എട്ടങ്ങാടി. ശിവനും പാർവതിക്കും നേദിച്ച് അഷ്ടമംഗല്യവും വിളക്കും വെച്ച് മകേരം നാള് സന്ധ്യയ്ക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമഃശിവായ ചൊല്ലി വേണം എട്ടങ്ങാടി കഴിക്കാൻ. പിന്നെ ഗണപതി, സരസ്വതി, ഗുരു എല്ലാരെയും സ്തുതിച്ച് പാർവതി സ്വയംവരവും മറ്റു സ്വയംവര ഗാനങ്ങളും പാടി കളി തുടങ്ങണം. മകേരത്തിന് 12 മണി വരെ കളിക്കുള്ളൂ കേട്ടോ. നാളെ തിരുവാതിരയല്ലേ? തിരുവാതിരക്കാണേ നോയമ്പും മുറക്കൊഴിക്കലും ഒക്കെ. കുട്ടിക്ക് ബോധ്യായോ? നോയമ്പിന്റെ വട്ടങ്ങൾ എന്തൊക്കെയാണ്? ആഘോഷം അശ്വതി നാള് തുടങ്ങുമെങ്കിലും തിരുവാതിര നാളിലെ നോൽമ്പ് നോൽക്കലാണ് സുമംഗലികൾക്ക് പ്രധാനം. കിഴങ്ങ് ചുട്ടത്, പഴം, ഇളനീര്, കായ വറുത്തത്, കൂവനൂറ്, ചാമച്ചോറ്, പുഴുക്ക്, പപ്പടം, ഇതൊക്കെയാണ് നോയമ്പിന്റെ വട്ടങ്ങള്. തിരുവാതിരക്ക് ചെറുപഴാണ് കേട്ടോ പ്രധാനം. ഇളനീർ കുടിച്ചല്ലേ നോയമ്പ് തുടങ്ങുക? അതെ അതെ. നാക്കില വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ആദ്യം കരിക്കിന്റെ വെള്ളവും പിന്നെ വിഭവങ്ങളും കഴിച്ചാല് നോയമ്പ് തുടങ്ങുകയായി. ചാമച്ചോറും പുഴുക്കും തിരുവാതിരയ്ക്ക് ഒഴിവാക്കാൻ വയ്യ കേട്ടോ. കാച്ചിലും ചേനയും ചേമ്പും ചെറുകിഴങ്ങുമാണ് പുഴുക്കിന്റെ കഷ്ണങ്ങള്. മുതിരയും ഇടും. വെറ്റില മുറുക്കുന്നതോ? അത് പറയാൻ മറന്നു. തലേന്ന് രാത്രിയിലും തിരുവാതിര നാളിലുമായിട്ട് 108 വെറ്റില തിന്നണം. അതിനും ചടങ്ങുണ്ട് കേട്ടോ കുട്ടി. വെറ്റിലയും കളിയടക്കയും വാസന ചുണ്ണാമ്പും കയ്യിലെടുത്ത് വാൽക്കണ്ണാടി പിടിച്ച് കുരവിട്ട് നന്മയേറുന്നോരു പെണ്ണിനെ വേൾക്കാനായി എന്ന സ്വയംവര ഗാനം പാടി മുറ്റത്തിറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞ് ആവണിപ്പലകേമലിരുന്ന് 3 കൂട്ടണം. 3 വെറ്റില ചവച്ചാൽ കളി തുടങ്ങാം. തിരുവാതിര നക്ഷത്രം കഴിയണേന് മുമ്പായി 108 വെറ്റിലയും തീർക്കണം. പാതിരപ്പൂ ചൂടുന്നതോ? എന്ത് പൂവാണത്? അർദ്ധരാത്രി വരെ കളിച്ചിട്ടാണ് പൂ ചൂടുന്നത്. മറ്റൊരു ദിവസവും രാത്രിയിൽ പൂ ചൂടരുത്. ദശപുഷ്പം, മടക്കാമണി, കൊടുവേലി ഇവയൊക്കെയാണ് പാതിരപ്പൂവായിട്ട് ചൂടണതേ. പാലയുടെ ചോട്ടിലാണ് പാതിരപ്പൂ വെക്കുക. വിളക്കും അഷ്ടമംഗല്യവും എടുത്ത് പാട്ടുകൾ പാടി ആഘോഷത്തോടെ പൂ വെക്കാൻ പോവും. എന്ത് രസാണെന്നോ. പാർവതി സ്വയംവരത്തിൽ ചൂടിയത് ഈ പൂക്കളാണത്രേ. കൈകുട്ടിക്കളി പാട്ട് എനിക്ക് പഠിക്കണമെന്നുണ്ട്.
ലേശം സംഗീതം പഠിച്ചിട്ടുണ്ടേ. ഹൈ, നന്നായി. കേട്ടു പഠിക്കാലോ. നാടൻ ശീലുകള്, പഴയ താളങ്ങള്, കഥകളിപ്പദങ്ങള്, അങ്ങനെ കൈകൊട്ടിക്കളിക്ക് പാട്ടിലേറെ വൈവിധ്യമുണ്ട്. മോഹിനിയാട്ടത്തിന്റെ പല ചലനങ്ങളും തിരുവാതിരക്കളിയിൽ നിന്ന് വന്നതാത്രേ. ചെറിയമ്മേ, എന്താണ് ആ പാട്ട്? തിരുവാഴപ്പള്ളി ഗണപതിയേ, എന്റെ ഗണപതി തമ്പുരാനെ, ആദരവോടെന്റെ അടുക്കളയിൽ വാഴും ഗണപതി തമ്പുരാനെ, വാഴും ഗണപതി തമ്പുരാനെ, ജ്ഞാനീത ശ്രീപാദം കൈതൊഴുന്നേ, വെളുവേളേ മിനി നിറമൊത്തോളെ, വെളുവേളേ മിനി നിറമൊത്തോളെ, വെൺപട്ടൂടയാട ചാർത്തുന്നോളെ, വെൺപട്ടൂടയാട ചാർത്തുന്നോളെ, പത്മപീഠത്തിൽ